അമേരിക്കയുമായുള്ള സൈനിക സംഘർഷം കടുക്കുന്നതിനിടെ ഗൾഫ് രാജ്യങ്ങൾക്കും ജോർദാനും നേരെ ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോണാക്രമണം നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന ഇടക്കാല വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചതായി സൂചന നൽകിയതിന് പിന്നാലെയാണ് പേർഷ്യൻ ഗൾഫിൽ യുദ്ധഭീതി ശക്തമാക്കിക്കൊണ്ട് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോയ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ആക്രമണം നടത്തിയതിനെ തുടർന്ന് അമേരിക്ക ഇറാനിലെ സൈനിക താവളങ്ങളിൽ വലിയ രീതിയിൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായാണ് ഗൾഫ് മേഖലയിലെ US താവളങ്ങളെയും സഖ്യരാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം വ്യാപിപ്പിച്ചത്. കുവൈറ്റ്, ഖത്തർ, UAE, ബഹ്റിൻ, ഒമാൻ എന്നീ 5 ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ജോർദാനിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഒമാൻ തീരത്തിനടുത്ത് GFS ഗാലക്സി എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരനെ കാണാതായിട്ടുണ്ട്. ഖത്തറിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കുവൈറ്റിൽ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ ഭീഷണിയെ തുടർന്ന് UAE, ബഹ്റിൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇറാന്റെ ഈ തുടർച്ചയായ കടന്നുകയറ്റങ്ങളെയും വ്യോമാക്രമണങ്ങളെയും സൗദി അറേബ്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കുമെന്നും സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ 3 തവണയാണ് ബഹ്റൈനിൽ സുരക്ഷാ സൈറൺ മുഴങ്ങിയത്. ഹോർമുസിലെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഒമാൻ ആക്രമിക്കപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഭരണകൂടം. തുറമുഖത്ത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനത്തിന് നേരെയും നാവികസേനയുടെ ബോട്ടുകൾക്കാവശ്യമായ സാധനങ്ങൾ നൽകുന്ന കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ ഗാർഡ് അറിയിച്ചു. ഒമാനെതിരെ നടന്ന ആക്രമണത്തിൽ ഭരണകൂടം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഹോർമുസ് കടലിടുക്ക് അടച്ചെങ്കിലും ഹോർമുസിലെ തെക്കൻ സമുദ്രപാത തുറന്നു കിടക്കുകയാണെന്ന് സംയുക്ത മാരിടൈം ഇൻഫർമേഷൻ സെന്റർ അറിയിച്ചു. രാജ്യത്തെ എല്ലാവിധ നാവിക പരിപാടികളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ഖത്തർ അറിയിച്ചു. യാത്രാ ബോട്ടുകളും മീൻപിടുത്ത ബോട്ടുകളും പ്രവർത്തിപ്പിക്കാൻ പാടില്ല. 69 ദിവസത്തിനു ശേഷം ആദ്യമായാണ് UAEക്ക് നേരെ ആക്രമണം നടക്കുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് US വ്യോമതാവളത്തിന് നേരെയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നത്. യുദ്ധവിമാനങ്ങൾ അറ്റകുറ്റപ്പണി ചെയ്യുന്ന കേന്ദ്രവും ആക്രമിക്കപ്പെട്ടു. കുവൈറ്റിന്റെ ആകാശത്തും ഇറാൻ ഡ്രോണുകൾ എത്തിയതായി സൈന്യം അറിയിച്ചു. ഉച്ചയ്ക്ക് ശേഷം 2 തവണ വ്യോമാക്രമണം ഉണ്ടായി. സൗദി അറേബ്യയും ബഹ്റിനെയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വ പോലും മേഖലയിലെ എണ്ണ ശുദ്ധീകരണശാലകളും മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കണമെന്ന് ഇറാന്റെ കടുപ്പമേറിയ നിലപാടുള്ള കെയ്ഹാൻ പത്രം ആവശ്യപ്പെട്ടു. മുൻകൂർ മുന്നറിയിപ്പില്ലാതെ ഇത്തരം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് പത്രം വ്യക്തമാക്കുന്നത്. തങ്ങളുടെ എണ്ണശാലകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ശത്രുരാജ്യങ്ങളുടെ എണ്ണശാലകളും തകർക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കുന്നു. അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമല്ലെന്നും അവർക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇറാനെതിരെ ആക്രമണമുണ്ടായാൽ അത് അമേരിക്കയെയും ഇസ്രയേലിനെയും നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കുമെന്നും കെയ്ഹാൻ വാദിക്കുന്നു. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള രാജ്യങ്ങൾക്കെതിരെ ആയുധമുയർത്താൻ ഇറാൻ മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവനകൾ. ഹോർമുസ് കടലിടുക്കിലെ പുതിയ സംഘർഷങ്ങൾ വൻയുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വ്യാപാരപാതകളെ ലക്ഷ്യമാക്കി ഇരുപക്ഷവും നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ ആഗോള ഇന്ധന വിതരണത്തെയും സുരക്ഷയും സാരമായി ബാധിക്കും. സമാധാന ചർച്ചകൾക്ക് ഒട്ടുമിടമില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും ആക്രമണ ഭീഷണികൾ വർദ്ധിച്ചു വരികയാണ്. ഒരുപക്ഷേ ഈ ഇടനാഴി യുദ്ധം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. ആരെ ആക്രമിക്കുമെന്നതിനേക്കാൾ ഏതു നിമിഷം മേഖലയിൽ വൻ സ്ഫോടനങ്ങൾ നടക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഭീതിയോടെ ഒറ്റുനോക്കുന്നത്. USഉം ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാണ്. ഇറാനിലെ തന്ത്രപ്രധാനമായ ഹോർമുസ്ഖാൻ പ്രവിശ്യയിൽ US ആക്രമണം വ്യാപിപ്പിച്ചു. കിഷം ദ്വീപ്, ബദ്ദർ അബ്ബാസ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. ഇതിനു മറുപടിയായി ഹോർമുസ് കടലിടുക്കിൽ US കപ്പൽ ലക്ഷ്യമിട്ട് ഇറാനും ആക്രമണം നടത്തി. അതേസമയം മഷ്ഹറിലുണ്ടായ മറ്റൊരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരുമുറിയത് ആഗോള എണ്ണ വിപണിയിലും കനത്ത പ്രത്യാഘാതമുണ്ടാക്കി. എണ്ണവില കുതിച്ചുയർന്ന് ബാരലിന് $78 കടന്നു. മർക്കസി പ്രവിശ്യയിലും ആക്രമണ ശബ്ദമുണ്ടായി. ഹോർമുസ് അടച്ചെന്ന ഇറാൻ വാദം US സെൻട്രൽ കമാൻഡ് തള്ളിയിരുന്നു. കുവൈറ്റിൽ ആക്രമണം നടന്നതായി ഇറാനിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഈ ആഴ്ചയിൽ മാത്രം 3 തവണയാണ് അമേരിക്ക ഇറാനെതിരെ ആക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.